റംസാനെ ഒരു 6ാം ക്ലാസ്സിൽ, അതായത് ഒരു 3 വർഷം മുമ്പേ നമ്മളൊരു തൊട്ടടുത്തൊരു വൃക്കരോഗി ഉണ്ടായിരുന്നു, വൃക്കകൾ നഷ്ടപ്പെട്ട രോഗി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ അതിന് പിരിവിന് നേതൃത്വം കൊടുത്തിരുന്നു. 50 ലക്ഷം റുപ്യക്ക് ആ കുട്ടിക്ക് വേണ്ടിരുന്നു. ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു വരോ, ഒരു ചെറിയ കുട്ടിയുടെ സമയത്ത് ഇവർക്ക് സൈക്കിൾ വാങ്ങാനും മാറ്റി വെച്ച പൈസ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു കൂട്ടിയിട്ടില്ല, പണ്ടൊക്കെ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഒരു കൂട്ടില്ല പൈസ. അങ്ങനെ ഒരു കൂട്ടിയ പൈസ, ഒരു ഡബ്ബിയിൽ ഒരു കൂട്ടിയ പൈസ അവൻ എന്ത് ചെയ്തു, ആ പൈസ മൊത്തം ഈ രോഗിക്ക് വേണ്ടിയിട്ട്, ഈ രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നു. നല്ല കൈ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാം, മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ കാണിക്കുന്ന മനസ്സ്, നമുക്കില്ലെങ്കിലും മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ കാണിക്കുന്ന മനസ്സാണ് വലിയൊരു കാര്യം. അത്തരത്തിലുള്ള കുട്ടിയാണ് റംസാൻ. അപ്പൊ റംസാനെ പോലെ ആവണം ഈ ഒരു മനസ്സിലുള്ള കുട്ടികൾ. നിങ്ങൾ അങ്ങനെ ആയി മാറണം. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ പടച്ചവനായിട്ട് ദൈവമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കീപ്പ് ചെയ്യാം. അച്ഛനോടും അമ്മയോടും ഉപ്പാനോടും ഉമ്മാനോടും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, അവരോട് കള്ളത്തരം കാട്ടരുത്, അവരെ പറയുന്നത് അനുസരിക്കണം. ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നെന്താണ്, അച്ഛനോടും അമ്മയോടും ഉപ്പാനോടും ഉമ്മാനോടും കള്ളത്തരം കാണിക്കരുത്, അവരോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറരുത്, അവരോട് നുണ പറയരുത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഈ കാര്യങ്ങൾ സെറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര മന്ദബുദ്ധിയായാലും എത്ര മോശപ്പെട്ട കുട്ടിയാണെങ്കിലും ഞാൻ വിചാരിക്കും. രണ്ടാമത്തത് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിന്റെ നിയന്ത്രണം. നിങ്ങളൊക്കെ വഴിതെറ്റിച്ചത്, നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ വഴിതെറ്റിച്ചത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമ്മയോട് ദേഷ്യപ്പെടാനൊക്കെ കാരണം ഒറ്റ കാരണം എന്താ, മൊബൈലിന്റെ ഉപയോഗമാണ്. അപ്പൊ അത് നിയന്ത്രണം വെക്കണം. ഒഴിവാക്കാനല്ല, നിയന്ത്രണം വെക്കുക, കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അപകടമാണ്. എന്റെ പഠിപ്പിനെ നന്നായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മാനോട് ഞാൻ മോശമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ ഈ മൊബൈൽ